തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു വയസ്സുകാരന്റെ മരണത്തിൽ അറസ്റ്റിലായ അച്ഛൻ ഷിജിലിന്റെ ഞെട്ടിക്കുന്ന കുറ്റസമ്മത മൊഴി പുറത്തുവന്നു. കുഞ്ഞിനെ കൊന്നത് ഉറക്കം നഷ്ടമായതിന്റെ ദേഷ്യത്തിലെന്ന് ഷിജിൽ പറയുന്നു. ദേഷ്യത്തിൽ കുഞ്ഞിന്റെ വയറ്റിൽ ഇടിച്ചെന്നും അച്ഛൻ പറയുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദെ, ഇത് കേൾക്കുന്ന ഓരോ മാതാവും പിതാവും തകർന്നു പോകുന്ന കാര്യത്തിൽ സംശയമില്ല. പറയൂ. ഗുഡ് മോർണിംഗ്. ഉറപ്പായിട്ടും. കാരണം ഈ നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുള്ള കുഞ്ഞ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട അടിമുടി ദുരൂഹതയായിരുന്നു. അതായത് പെട്ടെന്നൊരു ദിവസം ഈ കുഞ്ഞ് മരിക്കുന്നു. അതിനുശേഷം മാതാപിതാക്കളോട് ബന്ധുക്കളടക്കം ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത്, ആദ്യം ഈ മാതാവ് പറഞ്ഞത് കുട്ടിയുടെ പിതാവ് ഒരു ബിസ്ക്കറ്റ് കൊടുത്തു, അതിനുശേഷം കുട്ടി കുഴഞ്ഞു വീണു, വായിൽ നിന്ന് നുരയും പതയും വന്നു എന്നൊക്കെയുള്ളതായിരുന്നു അവർ പറഞ്ഞത്. പിന്നീട് നെയ്യാറ്റിൻകര പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അന്വേഷണം നടത്തി. ഏതാണ്ട് മണിക്കൂറുകളോളം 3 ദിവസം നിരന്തരം ഇവരെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലും ഇവർ രണ്ടുപേരും ഇവരുടെ മൊഴികളിൽ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഒടുവിൽ ഇപ്പോൾ അക്കാര്യത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി പിതാവ് ഷിജിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയാളുടെ കുറ്റസമ്മത മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഹൃദയഭേദകമാണ് ആ മൊഴി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ പറയുന്നത് കുഞ്ഞിനെ കൊന്നത് ഉറക്കം നഷ്ടമായതിന്റെ ദേഷ്യത്തിലാണ് എന്നുള്ളതാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഉപദ്രവം നടന്നത് 16-ാം തീയതി പുലർച്ചെ 3 മണിയോടുകൂടിയാണ്. കുഞ്ഞ് ഉറക്കത്തിൽ കരഞ്ഞുകൊണ്ട് ഉണർന്നു. ഭാര്യ എണ്ണീറ്റ് മുറിയിൽ ലൈറ്റിട്ടതോടെ ഉറക്കം നഷ്ടമായി. ഈ ദേഷ്യത്തിൽ കുട്ടിയുടെ വയറ്റിൽ ഇടിച്ചെന്നും കുട്ടി കരഞ്ഞിട്ടും ഷിജിൻ വീണ്ടും കിടന്നുറങ്ങി. പുറമേ പരിക്കില്ലാത്തതിനാൽ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല. രാത്രിയായതോടെ, അതായത് ആ ദിവസം രാത്രിയായതോടുകൂടി കുട്ടി മരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കുട്ടിയുടെ ആന്തരികാവയവങ്ങളിൽ പരിക്കേറ്റിരുന്നു എന്നുള്ള വിവരം പോലീസിന് ലഭിച്ചിരുന്നു. മാത്രമല്ല, ഈ കുട്ടി വയറിലടക്കം നീർക്കെട്ടുണ്ടായത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവർ ഒഴിഞ്ഞു മാറുകയാണ് ഈ ഷിജിൻ ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഒരു കഥ കൂടി പറഞ്ഞിരുന്നു. കുട്ടിയുടെ കൈ ഇടയ്ക്ക് ഒന്ന് വളഞ്ഞിരുന്നു. അത് താനെ വീണു. കുട്ടിയുടെ ഉടുപ്പൂരാൻ ശ്രമിച്ചപ്പോൾ അങ്ങനെ ഒരു വളവ് ശ്രദ്ധിച്ചു എന്നൊക്കെയുള്ളതായിരുന്നു ഇവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഷിജിൻ ഇത് ആദ്യമായിട്ടല്ല കുട്ടിയെ ഉപദ്രവിക്കുന്നത് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉറക്കം നഷ്ടമായതിന്റെ പേരിൽ കുട്ടിയുടെ വയറ്റ് തിടിച്ചു കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.